ലോകം ഭീതിയോടെ കാത്തിരുന്ന ആ വാർത്ത സംഭവിക്കാൻ പോകുന്നു. ഉറപ്പിച്ച് റഷ്യയുടെ പ്രസ്താവന പുറത്ത്. ലോകത്തിനെ ഒട്ടാകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആണവ പരീക്ഷണം പുനരാരംഭിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ തുടരുന്ന ട്രംപിന്റെ തീക്ഷ്ണമായിട്ടുള്ള പരാമർശങ്ങൾക്കും വാഷിംഗ്ടണിന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രതിരോധ നീക്കങ്ങൾക്കും ഒരു മറുപടി എന്നോണമാണ് പുടിന്റെ ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോകത്തിലെ വമ്പൻ ആണവ ശക്തികൾ പരീക്ഷണങ്ങളെ കുറിച്ച് പെറുപെറുക്കുമ്പോൾ അതിനെ ഒരല്പം ഭീതിയോടെ അല്ലാതെ കാണാൻ തരമില്ല. ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? ഉത്തരവാദിത്തമുള്ള ഒരു ആണവ ശക്തിയും വളർന്നു വരുന്ന ഒരു ആഗോള സൂപ്പർ പവറും എന്ന നിലയിൽ ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും? റഷ്യയുടെ ഈ പുതിയ നീക്കം വെറും ഒരു നെഞ്ചുവിരിച്ച് കാണിക്കലോ അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടലോ ഒന്നും തന്നെയല്ല. നാറ്റോയ്ക്കും മറ്റ് പാശ്ചാത്യ ശക്തികൾക്കുമുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇനി മോസ്കോ അവരുടെ തിരക്കഥയ്ക്കനുസരിച്ചായിരിക്കില്ല കളിക്കുക എന്ന മുന്നറിയിപ്പ്. എത്തിക്സും മര്യാദയൊക്കെ അങ്ങ് ഉത്തരത്തിൽ വച്ചിട്ട് പുടിനും പിള്ളേരും ഒരു ഇറക്കം അങ്ങ് ഇറങ്ങും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആണവ പരീക്ഷണ പുനരാരംഭത്തിനുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ മേധാവിത്വത്തെ കുറിച്ചുള്ള വിവാദ പ്രസ്താവനകൾക്ക് ശേഷം അമേരിക്കയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്യാൻ റഷ്യൻ ഏജൻസികളോട് പ്രസിഡന്റ് പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈനിലും ഗാസയിലും നടക്കുന്ന രണ്ട് പ്രധാന യുദ്ധങ്ങൾ കൊണ്ട് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന ലോകം ഇപ്പോൾ ഉയർന്നു വരുന്ന ശീതയുദ്ധം 2.0 പ്രേതത്തിനെ ഉറ്റുനോക്കുകയാണ്. ശീതയുദ്ധത്തിന് ശേഷം റഷ്യയും US ഉൾപ്പെടെ ലോകത്തിലെ ആണവ ശക്തികൾ കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി, അതായത് ഒരു സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. ഒപ്പുവെക്കുക മാത്രമല്ല, അതിലെ വ്യവസ്ഥകൾ പാലിച്ചു പോന്നിരുന്നു. ലോകത്തിലെ ഒട്ടനവധി രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഉടമ്പടിയിൽ പക്ഷേ നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വ്യവസ്ഥകൾ ആ ഉടമ്പടിയിൽ ഉണ്ടെന്ന കാരണത്തെ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആ ഉടമ്പടിയിൽ നിന്ന് വിട്ടുനിന്നു. സമീപകാലത്ത് ആണവ ശക്തിയായിട്ടുള്ള നോർത്ത് കൊറിയയും ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടില്ല. ഈ ഉടമ്പടിയിൽ ഒപ്പിട്ട എല്ലാ രാജ്യങ്ങളും അത് ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു ആഗോള ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ്. ആ ഉറപ്പിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒക്ടോബർ 30 ഡൊണാൾഡ് ട്രംപ് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് പ്രസ്താവിച്ചത്. US സൈന്യം പതിവായിട്ട് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും 1992 മുതൽ ഒരു ആണവ സ്ഫോടന പരീക്ഷണം നടത്തിയിട്ടില്ല. ട്രംപിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഈ പ്രസ്താവനയ്ക്ക് പുടിൻ മറുപടി പറഞ്ഞത് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലായിരുന്നു. അമേരിക്ക ആണവ പരീക്ഷണം പുനരാരംഭിച്ചാൽ മാത്രമേ റഷ്യയും ആണവ പരീക്ഷണം പുനരാരംഭിക്കുകയുള്ളൂ എന്ന തന്റെ മുൻ പ്രസ്താവന ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് പുടിൻ ഈ നിർണായക നീക്കം വെളിപ്പെടുത്തിയത്. നാറ്റോയെ വ്യാപിപ്പിച്ചുകൊണ്ടും ഉക്രൈൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടും ഇൻഡോ പസഫിക് മേഖലയിൽ സംഘർഷങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആഗോള ആധിപത്യത്തിനായി മുൻപൊരിക്കലുമില്ലാത്ത രീതിയിൽ ശ്രമിക്കുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് റഷ്യക്ക് തങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ വാക്കുകളിലൂടെ അല്ല, മറിച്ച് പവർ ഡിസ്പ്ലേകളിലൂടെയാണ് അവർ പ്രതികരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം, ആണവ പരിശീലനങ്ങൾ, ഇപ്പോഴിതാ ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസ്താവനയും. ഇന്ത്യ എപ്പോഴും ആത്മപ്രതിരോധത്തിൽ ഊന്നിയ നിലപാടാണ് ആണവായുധത്തിന്റെ ഉപയോഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഉപയോഗിക്കുന്നവർ ഞങ്ങൾ ആയിരിക്കില്ല എന്ന നിലപാട്. എന്നാൽ ആഗോള ആണവ ക്രമം തകരുമ്പോൾ എല്ലാം തകിടം മറിയും. റഷ്യ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചാൽ ചൈന അത് ഉറപ്പായും പിന്തുടരും എന്ന് വേണം കരുതാൻ. ഇതിനോടകം തന്നെ ചൈന അവരുടെ ആയുധ ശേഖരം വേഗത്തിൽ തന്നെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ നിലവിലുള്ള സ്ട്രാറ്റജിക് എൻവയോൺമെന്റിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് LACയിൽ ചൈന കൂടുതൽ അക്രമാസക്തം ആകാനും പാകിസ്ഥാന് രഹസ്യ ആണവ സഹായം നൽകാനും ഇത് കാരണമായേക്കും. അതേസമയം ക്രമസമാധാനം നിലനിർത്താൻ എന്ന വ്യാജേന അമേരിക്ക ഏഷ്യയിലാകമാനം സൈനിക വിന്യാസം നടത്താനും ഇന്ത്യയുടെ അയൽപ്പക്കത്തെ സൈനികവൽക്കരിക്കാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ ലോകം പ്രവചനാതീതമായിട്ടുള്ള ഒരു ആണവ ദശാബ്ദത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സന്ദേശം വളരെ വ്യക്തമാണ്. തന്ത്രപരമായി സ്വയം ഭരണാധികാരം നിലനിർത്തുക, നമ്മുടെ ആണവ കമാൻഡ് ഘടനയും പ്രതിരോധവും ശക്തിപ്പെടുത്തുക, അധികാര സന്തുലിതാവസ്ഥയിലെ ഏത് മാറ്റത്തിനും തയ്യാറായിരിക്കുക.
1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അവസാനമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് ലോകത്തെ ഭീഷണിപ്പെടുത്താനല്ല, മറിച്ച് മറ്റാർക്കും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാവില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.